ശരിക്ക് മറ്റൊരാളുടെ നെഗറ്റീവായ ദൃഷ്ടികൾ നമ്മളിലേക്ക് കേൾക്കാതിരിക്കുക, മറ്റൊരാളുടെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് കേൾക്കാതിരിക്കുക, മറ്റൊരാളുടെ വാഗ്ദോഷം നമുക്ക് കേൾക്കാതിരിക്കുക, ആ ഒപ്പം തന്നെ നമുക്കെതിരായ ഒരു വൈകാരിക അവസ്ഥയെ നമുക്ക് കേൾക്കാതിരിക്കുക. ഏറ്റവും നല്ലത് ഇപ്പോഴാണ് ദൃഷ്ടിദോഷം, മോശം വാക്കുകൊണ്ടുള്ള ദോഷം, ഈ പ്രാർത്ഥനാ ബാധകൾ കൊണ്ടുള്ള ദോഷം ഒക്കെ മാറാനായിട്ട്. നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ് ദൃഷ്ടിദോഷത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. നമ്മോട് സംസാരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് കൈപ്പകശ്ശേരി ശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയാണ്. തിരുമേനി നമസ്കാരം. ദൃഷ്ടിദോഷത്തിന്റെ വിവിധ വേർഷനുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതായത് ഇപ്പോ ജെൻസി കുട്ടികളാണെങ്കിൽ ഈ വിള എന്ന് പറഞ്ഞൊരു സാധനം, അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലൊക്കെ നോക്കി അറിയാം, കണ്ണീർ തട്ടാണ്ടെന്നാണ് പറയുന്നത്. അതിന് അവര് പുതിയതായിട്ടിട്ടേക്കുന്ന പേരാണ് ഈ വിള. ഈ ദൃഷ്ടിദോഷം നമ്മെ എത്രത്തോളം ബാധിക്കും? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? ഇങ്ങനെ ഒരു സംഭവം ഉള്ളതാണോ ദൃഷ്ടിദോഷം? നമ്മള് ഈ പണ്ട് പറയാറുണ്ട് ജ്യോതിഷത്തിൽ രണ്ടാമടുത്ത് ഗുളികനുള്ളപ്പോൾ, ഗുളികൻ ചില സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ പറയുന്ന കാര്യം ഫലിക്കും എന്നാ പറയുന്നത്. അത് ആര് പറഞ്ഞാലും ജ്യോതിഷരാവണമെന്നൊന്നുമില്ല. നാക്കില് ഗുളികം വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറയണ പോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ നാക്കിലെ ഗുളികൻ വന്നു വെച്ചാൽ അതൊരു ജാതകത്തിലുള്ള അല്ലല്ല, ഓരോ സമയത്തും ഈ ഓരോ ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹനിലയാണ്. അത് ഗുളികൻ നാക്കിൽ ഉദിച്ചു നിൽക്കണം, രണ്ടിൽ ഗുളികൻ നിൽക്കുന്ന സമയം, ആ ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവും. സമയം എല്ലാവർക്കും ഉണ്ടാവും, പലർക്കും ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ അത് ഒരു നാടൻ പ്രയോഗത്തിൽ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ നാക്കത്ത് ഗുളികൻ വരിക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഫലിക്കുന്ന ടൈം എന്നാ പറയണത്. അപ്പൊ ചിലപ്പം അങ്ങനെ കണ്ടിട്ട് കുഴപ്പമില്ലോ എന്ന് പറഞ്ഞാൽ മതി, അന്ന് വൈകുന്നേരം വീണോളൂ, അവിടെ കിടക്കും. അതാണ് അതിന്റെ ഒരു അവസ്ഥാവിശേഷം. എന്ന് പറയണ പോലെ തന്നെ ഈ നമ്മളൊരു ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട്, ഞാൻ ഈ ദൃഷ്ടിദോഷത്തെ കുറിച്ച് പറഞ്ഞതിന് മുമ്പ് ഒരു ബസ് സ്റ്റോപ്പ് എന്നിട്ട് നമ്മുടെ തൊട്ടൊരു 10 മീറ്റർ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ പുറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഈ തലയുടെ പുറകിലേക്ക് മാത്രം നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ ഒരു 5 മിനിറ്റുള്ളിൽ അദ്ദേഹം നമ്മളെ തിരിഞ്ഞു നോക്കും. അത് നമ്മുടെ ആജ്ഞാചക്രത്തിന്റെ ശക്തിയാണ്. ആര് നോക്കിയിരുന്നാലും തിരിഞ്ഞു നമ്മളെ നോക്കിക്കോളൂ, നാളെ തൊട്ട് പരീക്ഷിച്ചോളൂ. നമ്മള് ഒരു പരിചയവും ഇല്ലാത്ത ആളെ നോക്കിക്കൊണ്ട് വന്നോളൂ. ഒരു 5 കുറെ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം തിരിഞ്ഞ് നമ്മുടെ നേരെ നോക്കും. അത് നമ്മുടെ ദൃഷ്ടിയുടെ ശക്തിയാണ്, നമ്മുടെ മനസ്സിലുള്ള വികാരത്തിന്റെ ശക്തിയാണ്. എന്ന് പറയണ പോലെ തന്നെ നമ്മുടെ മനസ്സിലെ ഒരു ചീത്ത വൈകാരികമായ അവസ്ഥയോടുകൂടി നമ്മൾ ചിലതിനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ ആ ദുരിതങ്ങൾ ആ വ്യക്തികളിൽ ബാധിക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയാം. പക്ഷെ ഒരിക്കലും ഈ വിളയോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിന് പരിഹാരമല്ല. അതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു സാധനം മാത്രമാണ്. കാരണം സ്വാഭാവികമായി ഒരാൾ നല്ല പൊസിഷൻ എത്തുമ്പോൾ ഇവൻ വളരുവാണല്ലോ എന്ന് പറയണ ആ ഒരു സാധനം, അല്ലെ റോഡിൽ വെച്ച് കാണുമ്പോൾ കാണാൻ നല്ലതാണല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന നെഗറ്റീവ്, ഇവൻ നമ്മളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ അവന്റെ മനസ്സിൽ ആ തോന്നൽ മതി. മനസ്സിനകത്തെ ആ തോന്നലാണ് നമുക്ക് ഇതായി തരുന്നത്. കാരണം നമ്മളെല്ലാം ഈ അക്ഷരങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ കാലത്തല്ല നമ്മൾ ജീവിക്കണം. അതായത് ഓരോ അക്ഷരങ്ങളും മന്ത്രമാണ് എന്ന് പറഞ്ഞ സനാതന ധർമ്മത്തിലാണ് നമ്മൾ വെച്ചത്. അപ്പൊ ദൃഷ്ടിദോഷം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. അത് എഫക്റ്റ് ചെയ്യും നന്നായിട്ട്. പക്ഷെ അത് നമ്മുടെ സ്റ്റാറ്റസിൽ ഒരു ഈവിള ഇട്ടിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഈ ഒരു സാധനം കെട്ടിത്തൂക്കുമല്ലോ, കോലം കെട്ടിത്തൂക്കിട്ടോ, അതൊന്നും കെട്ടിത്തൂക്കില്ല. അതെന്തിനാ വെച്ചാൽ ഈ വീടിന് കാണുന്നതിന് പകരം ആദ്യം ഇത് കണ്ടു കഴിഞ്ഞാൽ വീട്ടിലുള്ള ശ്രദ്ധ കുറയും. അതാണ് ഇതിന്റെ ലക്ഷ്യം. പക്ഷെ അതും യഥാർത്ഥമായി വീടിനെ ശ്രദ്ധിച്ച് കൊള്ളാമല്ലോ എന്ന് പറയുന്നത് ആ ദോഷമൊന്നും മാറില്ല. അതെ അതെ, ഇത് ശ്രദ്ധിക്കാണ്ട് വീടിനെ ശ്രദ്ധിച്ച് ഇതിനിപ്പോ പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? പരിഹാരത്തിന് മുമ്പ് പറയട്ടെ. അപ്പൊ നമ്മള് അങ്ങനെ ഏക്കാതിരിക്കുക. അപ്പൊ പണ്ട് കുട്ടികളെ പുറത്തു കൊണ്ടുപോകുമ്പോൾ പൊട്ട് തൊടുന്നതിന് പകരം കറുത്ത പൊട്ടി ഇവിടെ തൊടിപ്പിക്കും. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കവളത്തൊടി കലത തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പൊട്ടിലേക്ക് കണ്ടുപോയ കുട്ടിക്ക് ദോഷം കിട്ടാതിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ പോയിട്ട് വരുമ്പം
മുളകും ഉപ്പും ഉപ്പും കടുകും എല്ലാം ഒക്കെ കൂടെ കൂടി ഉഴിഞ്ഞ് കത്തുന്ന അടുപ്പിൽ കൊണ്ടിട്ട് അടുപ്പിൽ കൊണ്ടുവരാറുണ്ട്. അത് പൊട്ടിത്തെറിക്കുന്ന കേട്ടിട്ട് ആ പൊട്ടിത്തെറിക്കുന്നതിന്റെ എണ്ണ അനുസരിച്ചിട്ടാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, എത്രയോ ആൾക്കാരുടെ അത് ഇട്ടിട്ട് പുകയോ പോലും ചെയ്യാതിരുന്നിട്ടുണ്ടെന്നറിയോ? പുകയാതിരുന്ന ദോഷമുണ്ടെന്ന് അതിനെ കുറിച്ച് പറയാം. ഈ ഒഴിയുന്ന മുളകൊക്കെ ഒഴിഞ്ഞ ഭയങ്കര ചുമക്കുന്ന ഇതല്ലേ, അതൊന്നും ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ ദൃഷ്ടിദോഷം ഉണ്ടെന്നുള്ള വ്യക്തല്ലേ. അത് ശരിക്കും പൊട്ടി തന്നെ പോണം. അത് പുകയുവാണ് ദോഷം ഇല്ല എന്നാ പറയണേ. ശരിക്ക് മറ്റൊരാളുടെ നെഗറ്റീവായ ദൃഷ്ടികൾ നമ്മളിലേക്കാക്കാതിരിക്കാൻ, മറ്റൊരാളുടെ നെഗറ്റീവ് ചിന്തകൾ നമുക്ക് കേൾക്കാതിരിക്കാൻ, മറ്റൊരാളുടെ വാഗ്ദോഷം നമുക്ക് കേൾക്കാതിരിക്കാൻ, ആ ഒപ്പം തന്നെ നമുക്കെതിരായ ഒരു വൈകാരിക അവസ്ഥയെ നമുക്ക് കേൾക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് നാമജപം തന്നെയാണ്. അത് ഏറ്റവും നല്ല ദേവീ ഭജനവും മഹാദേവ ഭജനവും മഹാവിഷ്ണു ഭജനവും തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക, ദേവി പ്രാർത്ഥന, ഇത് മൂന്നും മാത്രമാണ് നമുക്ക് വിരുദ്ധമായ വൈകാരിക അവസ്ഥയെ നമ്മളിതിന്റെ ഏറ്റവും അടിത്തട്ട പറയണം. ഇപ്പൊ ചില ജ്യോതിഷന്മാര് ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്, തിരുമേനി ദൃഷ്ടിദോഷമുണ്ട്, ഒരു പൂജ കഴിക്കണം എന്ന് പറഞ്ഞ 20,000 രൂപ പറഞ്ഞു എന്നൊക്കെ. അപ്പൊ ഞാൻ പറയും കഴിക്കണ്ടെന്ന് പറയും. എന്നെ വിളിച്ചു ചോദിക്കും ഇത് കഴിക്കണോന്നൊക്കെ അറിയാനായിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞു കേട്ടോ. ഞാൻ പറയും അതിനൊന്നും കഴിക്കണ്ട, നിങ്ങൾ 10 ദിവസം ശിവന്റെ അമ്പലത്തിൽ പൊക്കോളൂ എന്ന് ഞാൻ പറയും. ഈ നാവേറ് പാടാനായിട്ട് പുള്ളുവമ്പാട്ട് പാടില്ലേ വീട്ടിലിരുന്ന്? ഉണ്ട്, അത് സർപ്പപ്രീതിയും കൂടെ കൂടിയാണ്. നമ്മള് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ദൃഷ്ടിദോഷമായാലും നാവേറ് ദോഷമായാലും ശത്രുബാധ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശത്രുക്കളുടെ ഉപദ്രവങ്ങള്. ശരിക്കും ഒരുപാട് ആൾക്കാർ വിശ്വസിക്കും എനിക്കെതിരായി ഇങ്ങനെ കർമ്മം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം പോലും ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഏതൊരു കാര്യം നമുക്കടെ ജീവിതത്തിന്റെ, നമ്മുടെ സൗഭാഗ്യത്തിന്റെ, നമ്മുടെ ഐശ്വര്യത്തിന്റെ, നമ്മുടെ ആരോഗ്യത്തിന്റെ എതിരായി നിൽക്കുന്ന ഏതൊരു പ്രതിഭാസത്തെയും നമ്മൾ ഇല്ലാണ്ടാക്കണം, അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുക. അതാണല്ലോ നമുക്ക് വേണ്ടത്. അതിനാദ്യം ഒന്ന് ദൈവികമായ ശരീരം, നമ്മളിൽ എഫക്ട് ചെയ്യാത്ത ഒരു ആ ശരീരം ഓറ ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെ ഉണ്ടാക്കണേ? നാമജപത്തിനുള്ളവർക്ക് ദൃഷ്ടിദോഷം ഏക്കില്ല, സംശയമൊന്നും വേണ്ട. അതാണ് പറഞ്ഞു വരണേ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ നന്നായിട്ട് നാമം ജപിച്ച് ഈശ്വര ഓറയുള്ളവര് ഒരു സാധാരണ വ്യക്തിയുടെ കണ്ണോ കാതോ ഒന്നും നമുക്ക് ഏക്കില്ല. അത് ഏക്കണമെങ്കിൽ നമുക്ക് ആ ഈശ്വരന്റെ കവറിങ് ഇല്ലാതിരിക്കണം. ഇതിനൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ, ധാരാളമായി നിൽക്കുന്ന നമശിവായും നാരായണ നാമജപവും ഹരേ രാമ 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 ഹരേ അങ്ങനെയുള്ള ജപം, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദുർഗാഭാഷ ക്ഷേത്രത്തിലുള്ള നിരന്തരമായ ഭജനം. ഈ 2 കാര്യം കൊണ്ട് ദൃഷ്ടിദോഷം മാത്രമല്ല, വാഗ്ദോഷം മാത്രമല്ല, പണ്ടത്തെ കാലത്ത് പേർഷ്യാബാധ എന്ന് പറയും. പേർഷ്യാബാധ എന്ന് പറഞ്ഞാൽ പേർഷ്യ എന്ന് പറഞ്ഞ ബാധയല്ല, പ്രാർത്ഥിക്കുന്ന ബാധ. അതായത് പ്രാർത്ഥന കൊണ്ട് മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥിച്ച ദോഷം നന്നാവണമെന്നല്ല പ്രാർത്ഥിക്കണം, മോശമാകണം. അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് മുഴുവൻ നാമജപാദികൾ തന്നെയാണ് ഏറ്റവും കേമത്വം. ദേവീക്ഷേത്ര ദർശനവും, ദേവീക്ഷേത്രം എടുത്തു പറയണ്ടേ, അത് ഭദ്രകാളിയോ ദുർഗയുടെയോ ക്ഷേത്രങ്ങളിലുള്ള ദർശനവും നമശിവായ പോലത്തെ ശൈവനാമങ്ങളും വൈഷ്ണവ നാമജപാദികളുമാണ് അതിന് അത്യുത്തമം. ആ നിൽക്കുന്ന നെഗറ്റീവായി നിൽക്കുന്ന കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടുമുള്ള ദുരിതങ്ങളെ, ഇത് 3 ഒരേ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഈ ചില സങ്കേതങ്ങളുണ്ട്, ഈ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഗുരുതി സമ്പ്രദായത്തെ ആചരണം നടക്കണ, അല്ലെങ്കിൽ മറ്റ് ഇതര കർമ്മങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ പോകാൻ പോലും മടിക്കുന്ന സ്ഥലങ്ങളാവും. അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ, മറ്റൊരാക്കടെ നാശത്തിന് വേണ്ടി. അത് ശരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചാൽ നടക്കുമോ? അപ്പൊ നമ്മളൊരാൾ നശിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി അയാൾക്കും അത് ദോഷം കിട്ടും, ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കും ദോഷം കിട്ടും. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് കുറച്ച് ദുരിതം വരാതിരിക്കില്ല, ശക്തി കുറച്ച് കേൾക്കുമല്ലോ, നെഗറ്റീവ് എനർജി കുറച്ച് കേൾക്കുമല്ലോ, എന്നാലും വരാതിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് മുഴുവൻ കേമായിട്ടുള്ള നാമജപം, കേമായിട്ടുള്ള ദേവീക്ഷേത്ര ദർശനമാണ്. അതിൽ ഹരേരാമയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അങ്ങനെയുള്ള നാമജപങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആഴ്ച ഒരിക്കലൊക്കെ നമ്മൾ ഒരു പബ്ലിക് പ്രൊഫൈൽ ജീവിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സാധനം ഒന്ന് ഒഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ അടുപ്പിലൊക്കെ ഇട്ട് കത്തിക്കുന്നതൊക്കെ നല്ലതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ഭൗമോർജ്ജം ഏറ്റവും കൂടിയുള്ള സ്ഥലമാണ്. അമ്പലത്തിന് പ്രദക്ഷിണം വെക്കണ ആരുമല്ലേ, കൃത്യമായ പ്രദക്ഷിണം വെക്കുക.
വല്ലപ്പോഴും ക്ഷേത്രകുളത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമ്മളെ വ്യത്യസ്തനാക്കുന്നു, രക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ ആലിന്റെ ചോട്ടിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റുക, ആലിന് പ്രദക്ഷിണം വെക്കുക, ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ഒരുപാട് നമ്മുടെ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മളെ സാധിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ദൃഷ്ടിദോഷം, മോശം വാക്കുകൊണ്ടുള്ള ദോഷം, ഈ പ്രാർത്ഥനാ ബാധകൾ കൊണ്ടുള്ള ദോഷം ഒക്കെ മാറാനായിട്ട്. ശരിക്ക് എനിക്ക് തോന്നുന്നു ഈ ദൃഷ്ടിദോഷത്തെക്കാൾ കൂടുതൽ പ്രാർത്ഥനാ ബാധകളാണ്. അത് പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അങ്ങയുടെ ഫോട്ടോ ഞാൻ ഇൻസ്റ്റ കാണുമ്പം കൊള്ളാലോ എന്ന് പറയണേ, അല്ലെങ്കിൽ ഒരു കളിയാക്കി പറയുന്നേ, ഇതൊരു നാമല്ലേ, ഇതും നമ്മൾ പറയുന്നതൊക്കെ ജപായിട്ടുള്ളത്, അതും എഫക്റ്റ് അല്ലേ. അപ്പൊ ഈ പ്രാർത്ഥനാ നാമജപാത, പ്രാർത്ഥനാ ദോഷങ്ങള് അല്ലെങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന പ്രാർത്ഥനാ ദോഷങ്ങളിൽ നിന്ന് മാറ്റുക. അതിനകത്തുള്ളതാണ് ഈ ദൃഷ്ടിയും വാഗ്ദോഷവും എല്ലാം. അത് മാറുമ്പോ തന്നെ അത് മാറാൻ ഇതൊക്കെ ചെയ്താൽ മതി ധാരാളം. പക്ഷെ അത് ഒരു 80% ആൾക്കാർ അനുഭവിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. അതെ, അപ്പൊ അവര് നിരീക്കേണ്ടത് ദൈവികമായ ഓറയുടെ ശക്തി എനിക്ക് കുറവാണ്, ഞാൻ ജപം കൂട്ടണം, അമ്പലത്തിൽ പോക്ക് കൂട്ടണം നിങ്ങൾ അവര് നിരീക്കുക. ഓറ നല്ല പവർഫുൾ ആയിട്ടിരുന്ന നമ്മൾ ഒരു ദൃഷ്ടിദോഷം ബാധിക്കില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായി ജീവിക്കുക. എല്ലാവരിലും നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.